ഹലോ മോനെ ഷജീറെ, ജസീറാക്ക് കുറ്റിപ്പുറത്തുനിന്നൊരു കല്യാണക്കാര്യം വന്നിരുന്നു. എന്നിട്ട് ചെക്കൻ വന്ന് കണ്ടിഷ്ടപ്പെട്ട്. അവൻ്റെ ഗൾഫിലാണ് ജോലി. പക്ഷെങ്കിൽ എന്താ ഉമ്മ? ഇതും പഴയ പ്രശ്നം തന്നെ മോനെ. സ്ത്രീധനം 50 പവനോ 2 ലക്ഷം റുപ്യാണ് മോനെ ഓടി ചോദിക്കുന്നത്. കുട്ടിയോട് തമ്മിൽ പരസ്പരം വല്ലാണ്ട് ഇഷ്ടമായിക്കണം. ഓരോ കുടുംബത്തിലെ മുതിർന്നവരെ സ്ത്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞത്. നമ്മൾ എന്താ ചെയ്യുക മോനെ? ഈ പണ്ടാറടങ്ങിയ സ്ത്രീധനാണ് എൻ്റെ ജസിമോളെ 3 കല്യാണാലോചന മുടക്കിയത്. ഇനി ഞാനതിന് സമ്മതിക്കില്ല. ഉമ്മ, നിങ്ങൾ കല്യാണത്തിനുള്ള ഒരുക്കം തുടങ്ങിക്കോളി. പൈസ ഞാൻ എങ്ങനെയെങ്കിലും എത്തിച്ചേരാം. ഇതെൻ്റെ കഥയല്ല, ഞാനെന്ന് ജനിക്കാതെ പോയ കുറ്റവാളിയുടെ കഥയാണ്. നമ്മുടെ കൂട്ടുകാരി ബുർജ് ഖലീഫയുടെ മുമ്പിൽ നിന്നെടുത്ത ഫോട്ടോസൊന്നുമല്ല എന്നെ ഗൾഫിലെത്തിച്ചത്. എൻ്റെ ഉപ്പാൻ്റെ ജീവിതത്തിലെ ചെറിയ ചില പാളിച്ചകളിലുണ്ടായ തിരിക്കടവും പിന്നെ എൻ്റെ കുഞ്ഞു പെങ്ങളുടെ കല്യാണം. ഇത് രണ്ടുമാണ് ഞാൻ ആ എയർ ഇന്ത്യ ഫ്ലൈറ്റ് കയറാൻ കാരണം. ആദ്യത്തേത് ഭയങ്കര സക്സസ്ഫുള്ളായി കഴിഞ്ഞുട്ടാ. ഇനി എൻ്റെ കുഞ്ഞു കുറുമ്പിയുടെ കല്യാണമാണ്. അതിനുള്ള കാശ് എന്ത് ചെയ്തിട്ടായാലും ഞാനുണ്ടാക്കും. ഹേയ്, ഇതെന്താ ഈ പെട്ടി തീരാത്ത? 1 2 മൊത്തം 4. നിന്റെ സാരി. ഈ ഒരു കാര്യം മാത്രം എങ്ങനെ ഇട്ടാലും ശരിയാവില്ല. 1500 ദിർഹം എൻ്റെ ഒരു മാസത്തെ വില. ഇവിടെ പാട്ടിന് എടുക്കാൻ കൊടുക്കണം 300, ബാക്കി 1200. പോളിഷ് ചെയ്ത് മിനുക്കിയ ഷൂസ്, തേച്ച് നിവർത്തിയ പാൻസ്, നല്ല തുമ്പപ്പൂ നിറമുള്ള വെള്ള ഷർട്ട്, പോരാത്തതിന് ഇൻസൈഡ് ഒരു സെയിൽസ്മാൻ. 25 ദിവസത്തിനുള്ളിൽ 1200 ചീക്കിളിയും വെച്ച 50 പവനും 2 ലക്ഷം ഉറുപ്പിക. എൻ്റെ പടച്ചോനെ, വഴി കാണിച്ചേക്കണേ. ഹലോ ഇഷാറെ, പെങ്ങളുടെ കല്യാണം ഉറച്ചിട്ടുണ്ടോ? നിനക്ക് കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഒരു 2 ദിവസം മുന്നേ നീ വിളിക്കുന്ന കാശ് കിട്ടിയേനെ. അല്ലേലും നീ എപ്പോഴും ലേറ്റാടാ. മച്ചാനെ, കാശിന് രക്ഷയില്ലട്ടാ. 6 മാസത്തേക്ക് വഴിക്കേ നോക്കണ്ട. അല്ലെങ്കിലും കാശിന്റെ കാര്യം വരുമ്പോഴേ നീ എനിക്ക് വിളിക്കുള്ളൂ. അതുവിടെ വേറൊന്നെന്താ വിശേഷം? ഓളകൾ The deal should be tonight. Sir. Then Kevin, my driver will come to you. Bye. See you. ഷജീർ, ഇന്ന് രാത്രി നമ്മുടെ കെവിനെ മെറീഡിയൻ അപ്പാർട്ട്മെന്റിൽ നിന്ന് നീ ഒന്ന് പിക്കപ്പ് ചെയ്യണം. ടു മൈ ഫ്ലാറ്റ്. ഷജീർ, ടേക്ക് കെയർ. ഇറ്റ്സ് എ ബിഗ് ഡീൽ. 20 ലക്ഷം ദിറംസാ? ഈ പയ്യന്റെ കയ്യിൽ സേഫാണോ? ബായ്, നിങ്ങളെക്കാൾ വിശ്വാസം എനിക്ക് അവനെ. വർഷങ്ങളായി അവനെൻ്റെ കൂടെ. ഉമ്മ, ഞാൻ അങ്ങോട്ട് വിളിക്കാം, കുറച്ച് തിരക്കില്ല. എൻ്റെ ഉമ്മാൻ്റെ പെങ്ങളുടെ മുഖം മാത്രമേ ഈ ലോകത്ത് എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ജീവിതത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസമാണല്ലേ. എന്നാൽ ഈ സമയത്ത് എടുക്കുന്ന തീരുമാനം തികച്ചും ശരിയായിരിക്കും. നമുക്ക് മാത്രം. ഞാനും അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. ഈ 20 ലക്ഷം ദിർഹം
എൻ്റെ കൈകൾ കടന്നു ഒരിക്കലും പോകൂല. I think 8th floor, flat number 804, sir. Oh, I know. Thank you very much. We'll see. ഉത്തരവാദിത്തം വേണ്ട മോനെ, ഉത്തരവാദിത്തം. എത്തിയടാ, സത്യമായിട്ട് എത്തി. ഹേയ് ഇങ്ങോട്ട് നോക്കി ഇതാ കണ്ടില്ല. എന്തൂരം വണ്ടിയാണ് ഈ റോട്ടില്, ഒന്നിങ്ങോട്ട് ഊരാൻ പറ്റണ്ടേ? ഒന്നു മോനെ റഫീഖ്, ചെലവ് ഗ്രാൻഡ് ആയിരിക്കണം കേട്ടോ. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? 2,50,000 പവനുണ്ട്, പിന്നെന്താ ഗ്രാൻഡ് ആക്കിയാല്? ആഹാ, അത് വിട്ടുപിടി മോനെ. ഇക്ക ആ മെനു ഒന്ന് എടുത്തോളൂ.
ഇപ്പൊ പറയാട്ടാ. നമ്മുടെ ആക്രി ഷാജിയല്ലടാ അത്. അവന് ഫാസ്റ്റ് ഫുഡ് അല്ലാണ്ട് പറ്റൂല. ഒഴിവാക്കുന്നു. ഫസ്റ്റ് ആയിട്ട് എത്തി. ഇതിൽ ആ ചെറുനാരങ്ങ ഉണ്ടല്ലോ, അതിങ്ങനെ എടുത്ത് പതുക്കെ പിഴിഞ്ഞ് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും, രണ്ടും ഇല്ലാല്ലേ, പോട്ടെ, ഇതിന്നൊരു പീസ് എടുത്തങ്ങ് വായിൽ വെച്ച്. ഈ സിട്രിക് ആസിഡിനൊരു ഗുണമുണ്ട്, എന്തെന്നറിയോ? എൻ്റെ സിട്രിക് ആസിഡൊക്കെ നിർത്തിയിട്ട് കനമായിട്ട് വല്ലതും പറയും മോനെ. അതേടാ എൻ്റെ പണി ആക്രി കച്ചവടം തന്നെ. നിന്റെ പണി എന്താ? നിനക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാടാ. കല്യാണം കഴിഞ്ഞ വകയിൽ കിട്ടിയ പൈസ എടുത്ത് വെച്ച് നാക്കുക, അതല്ലേ നിന്റെ പണി? ഉളുപ്പില്ലട നായ. ഒരു പെണ്ണിന്റെ കാശ് കൊണ്ട് ജീവിക്കാൻ, ഒരു പെണ്ണിന്റെ കാശ് കൊണ്ട് ജീവിക്കാൻ, ഒരു പെണ്ണിന്റെ കാശ് കൊണ്ട് ജീവിക്കാൻ, ഒരു പെണ്ണിന്റെ കാശ് കൊണ്ട് ഷാജി ഒരു ആക്രിയാണെങ്കിലും പറഞ്ഞത് കാര്യം തന്നെ. കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരാണായിട്ട് തന്നെ കഴിക്കണം. ഉപ്പ, എനിക്ക് വേണ്ടത് പൊന്നും പണമൊന്നുമല്ല, ഒരു ഭാര്യയാണ്. എന്താ ഉമ്മ? മോനെ കല്യാണച്ചൊക്കെ ഇപ്പോൾ വിളിച്ചിരുന്ന്. ഓനക്ക് പൊന്നും പണോ ഒന്നും വേണ്ടാന്ന്, നമ്മളെ ജെസിമോളെ മാത്രം മതിയെന്ന്. Who are you? Hey, Shachi, why are you here? Lift is perfect, sir. It's okay. ഈ പ്രപഞ്ചം സഹായത്തിന് ഓടി വരിക എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ ഇതിനൊക്കെ ആയിരിക്കും അല്ലേ? ബാധ്യതകളും കടപ്പാടുകളൊന്നും ഇല്ലാതെ ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഓർമ്മ വരുന്നത് കരീം ഖാന്റെ വാക്കുകളാണ്. കിസ്മത്താണ് മോനെ. 100 പവൻ തികച്ചില്ലാതെ ഞാൻ അവളെ കെട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ചിലപ്പോൾ ഇങ്ങനെയാണ് കഥയുടെ അവസാനം. നായകൻ വില്ലനാവും. ഇവനെ പോലെ.